ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു അവർ ചാനൽ. കൂട്ടുകാരെ, നിങ്ങൾ കാട്ടിൽ മേക്കതിൽ ശ്രീ ഭഗവതി ക്ഷേത്രം എന്ന് കേട്ടിട്ടുണ്ടോ? മണികെട്ടമ്പലം എന്ന് കേട്ടിട്ടുണ്ടോ? കൊല്ലം ജില്ലയിലെ ചവറയ്ക്ക് സമീപം പൊന്മലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു പരാശക്തി ക്ഷേത്രമാണ് പൊന്മലയിൽ കാട്ടിൽ മേക്കതിൽ ശ്രീദേവി ക്ഷേത്രം. പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലിനും ടി.എസ്. കനാലിനും മധ്യേ കേരവൃക്ഷങ്ങൾ ധാരാളമുള്ള ഒരു തുരുത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വിശാലമായ മണൽപ്പരപ്പിന് നടുവിൽ ക്ഷേത്രം നിൽക്കുന്നത് മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. കൊട്ടാരക്കടവിൽ നിന്നും ജങ്കാറിലാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. ജങ്കാർ യാത്ര ഒരു നല്ല അനുഭവമാണ്. കടത്തുവഞ്ചിയും ഇവിടെ സർവീസ് നടത്തുന്നുണ്ട്. അതിൽ പോവാൻ ഇഷ്ടമുള്ളവർക്ക് അതിൽ പോവാം. പേടിയുള്ളവർക്ക് ജങ്കാർ യാത്ര തന്നെയാണ് നല്ലത്. ഏതിലാണെങ്കിലും യാത്രയ്ക്ക് അതിൻ്റെതായ സുഖമുണ്ട്. ക്ഷേത്ര ഭരണസമിതിയുടെ നിയന്ത്രണത്തിലാണ് ജങ്കാർ. യാത്രയ്ക്ക് ഫീസ് ഒന്നും ഈടാക്കുന്നില്ല. കാട്ടിലമ്മ അല്ലെങ്കിൽ കാട്ടിൽ മേക്കതിൽ അമ്മ എന്ന പേരിൽ അറിയപ്പെടുന്ന ശ്രീ ഭദ്രകാളിയാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. ദാരിക വധം കഴിഞ്ഞ ഭാവം, ഉഗ്രമൂർത്തിയാണ്. കൊടുങ്ങല്ലൂർ അമ്മയുടെ ചൈതന്യം ഉൾക്കൊള്ളുന്ന ഭഗവതിയാണ് ഇതെന്ന് ഐതിഹ്യം. മഹാഗണപതി, ദുർഗാ ഭഗവതി തുടങ്ങിയ ഉപദേവതകളും ഈ ക്ഷേത്രത്തിലുണ്ട്. ദുർഗാ ഭഗവതി പ്രത്യേക ക്ഷേത്രത്തിൽ വാഴുന്നു. ഈ വരുന്നതാണ് ജങ്കാർ. ജങ്കാറിന്റെ പോക്കും വരവൊക്കെ നല്ല രസമാണ്. അത്യാവശ്യം വലിപ്പമുണ്ട് ഈ ജങ്കാറിന്. അതൊന്ന് തിരിഞ്ഞു വരുമ്പോഴേക്കും ഈ കടവെത്തും. കുറച്ചകലെയായി ഒരു ജങ്കാർ കൂടി നിൽക്കുന്നതായി കണ്ടു. ആദിപരാശക്തിയും ജഗദീശ്വരിയുമായ ശ്രീ ഭദ്രകാളിയാണ് കാട്ടിലമ്മ അഥവാ കാട്ടിൽ മേക്കതിൽ അമ്മ. ദുർഗാ ഭഗവതിയും ഇവിടെ ആരാധിക്കപ്പെടുന്നു. കായലിനും കടലിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ഇത്. നമുക്ക് കയറാനുള്ള ജങ്കാർ എത്തി. അതിനകത്തുള്ള ആളുകൾ ഇറങ്ങുമ്പോൾ നമുക്ക് അതിലേക്ക് കയറാം. ഒരേ സമയത്ത് കുറച്ചധികം പേർക്ക് ഇതിൽ കയറാവുന്നതാണ്. കുറച്ചുപേർ കടത്ത് വഞ്ചിയിലും പോകുന്നത് കൊണ്ടാവാം അധികം തിരക്കില്ല ഇതിനകത്ത്. മറുകരയിൽ എത്തിക്കാനുള്ള സാധനങ്ങളും ഇതിനകത്ത് കയറ്റുന്നുണ്ട്. പ്രകൃതി ഭംഗിയും ദൈവിക ചൈതന്യവും ഒത്തിണങ്ങിയ ഒരു സ്ഥലം. കണ്ടതിലും ഭംഗി ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ കൂട്ടുകാരെ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ജങ്കാർ ഒന്ന് തിരിയുമ്പോഴേക്കും നമ്മൾ മറുകര എത്തി. അവിടെ ജങ്കാറിലേക്ക് തിരിച്ചു കയറാനുള്ളവർ റെഡിയായി നിൽപ്പുണ്ട്. ഇവിടെ നല്ല ക്വാളിറ്റിയുള്ള മൺചട്ടികൾ കുറഞ്ഞ വിലയിൽ കിട്ടുമെന്നറിഞ്ഞു. ഇത് പൊട്ടാതെ വീട്ടിലെത്തിക്കാനുള്ള ബുദ്ധിമുട്ട് ആലോചിച്ച് ഒന്നും വാങ്ങിയില്ല. അമ്പലത്തിലേക്കുള്ള വഴിയിൽ ഇരുവശത്തും ചെറിയ ചെറിയ കടകൾ കാണാം. ഈ ക്ഷേത്രത്തിന്റെ ഒരു വശത്ത് അറബിക്കടലും മറുവശത്ത് ടി.എസ്. കനാലും സ്ഥിതി ചെയ്യുന്നതായി പറഞ്ഞുവല്ലോ. 2004 സുനാമി ദുരന്തമുണ്ടായപ്പോൾ പരിസര പ്രദേശം മുഴുവനും കടൽക്ഷോഭത്തിനിരയായിട്ടും ക്ഷേത്രത്തിന് കേടുപാടുകളൊന്നും സംഭവിച്ചിരുന്നില്ല. കടലിൽ നിന്നും 10 മീറ്റർ മാത്രം ദൂരെയുള്ള ഈ ക്ഷേത്രത്തിലെ കിണറുകളിൽ നിന്നെല്ലാം കിട്ടുന്നത് ശുദ്ധജലമാണ്. 5 കിണറുകളുണ്ടത്രേ ഇവിടെ. ക്ഷേത്രത്തിന് സമീപത്തുള്ള ആൽമരത്തിൽ പ്രത്യേകം പൂജിച്ചു നൽകുന്ന മണി നാമജപത്തോടെ പ്രദക്ഷിണം ചെയ്ത് കെട്ടുന്നത് ഇവിടുത്തെ ഒരു പ്രസിദ്ധമായ വഴിപാടാണ്. ഈ കാണുന്ന കൗണ്ടറിൽ നിന്നും 40 രൂപ രസീതെടുത്ത് നമുക്ക് മണി ക്ഷേത്രത്തിനകത്ത് പൂജിക്കാൻ കൊടുക്കാവുന്നതാണ്. നമുക്ക് അമ്പലത്തിൽ ദർശനം നടത്തി അവിടെ നിന്നും ഇറങ്ങാം. ഇങ്ങനെ ഒരു വഴിപാടുള്ളതുകൊണ്ടാവണം ഈ അമ്പലത്തിനെ മണികെട്ടമ്പലം എന്നും പറയുന്നത്. ദർശനശേഷം നമുക്ക് പൂജിക്കാൻ കൊടുത്ത മണി വാങ്ങണം. നമുക്ക് മണി തന്ന ട്രേയുടെ കളർ അനുസരിച്ച് അതാത് കൗണ്ടറിൽ നിന്നാണ് പൂജിച്ച മണി നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ വലിയ തിരക്കില്ലാത്തതുകൊണ്ട് ഒരേ കൗണ്ടറിൽ നിന്നും നമുക്ക് കിട്ടുന്നുണ്ട്. ക്ഷേത്രത്തിൽ നിന്നും പൂജിച്ചു കിട്ടുന്ന ഓടിന്റെ മണി ചുവപ്പ് നൂലിൽ കോർത്തെടുത്തതാണ്. ഇതാണ് ക്ഷേത്രത്തോട് ചേർന്ന് നിൽക്കുന്ന പേരാലിൽ കെട്ടിയിടേണ്ടത്. ആൽമരത്തിൽ തൂങ്ങിക്കിടക്കുന്ന ഓരോ മണിയും ഓരോരുത്തരുടെ സ്വപ്നങ്ങളാണ്. ഇത് ഒരിക്കലും അഴിച്ചുമാറ്റി കളയില്ല. കാലപ്പഴക്കം കൊണ്ട് ഈ നൂല് ദ്രവിച്ച് താഴെ വീഴുമ്പോൾ മാത്രമേ അതെടുത്ത് മാറ്റുകയുള്ളൂ. ഈ മണികളുടെ ഭാരം താങ്ങാനായി ഇരുമ്പിന്റെ തൂണുകൾ ഒരു ഫ്രെയിം പോലെ ഈ പേരാലിന് 4 വശവും വച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഒരാൾക്ക് എത്ര മണി വേണമെങ്കിലും കെട്ടാവുന്നതാണ്. ആഗ്രഹ സാഫല്യത്തിനായി ദേവീ നാമജപത്തോടെ 7 തവണ പ്രദക്ഷിണം ചെയ്ത് വേണം മണി കെട്ടാൻ. ഈ മണി കെട്ടലിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. പണ്ട് വൃശ്ചിക മഹോത്സവത്തിന് കൊടിയേറിയ സമയത്ത് അതിൽ നിന്നും ഒരു മണി താഴെ വീണു. ഇത് കണ്ട ക്ഷേത്ര പൂജാരി തൊട്ടടുത്ത പേരാലിൽ അത് കെട്ടി. അതിനുശേഷം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിച്ചു. തുടർന്ന് ദേവപ്രശ്നത്തിൽ പേരാലിൽ മണി കെട്ടുന്നത് ദേവീപ്രീതിക്ക് ഉത്തമമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അന്നദാന സമയമായതുകൊണ്ട് അതിലും ഞങ്ങൾക്ക് പങ്കുകൊള്ളാൻ കഴിഞ്ഞു. വലിയൊരു പുണ്യമായി തോന്നി അത്. കഞ്ഞിയും വൻപയറുമായിരുന്നു പ്രസാദമായി കിട്ടിയത്. ഇനി നമുക്ക് കുറച്ച് കടലിന്റെ ഭംഗി കണ്ടാലോ? ഇത് വലിയൊരു അത്ഭുതമല്ലേ, കടലിന് ഇത്ര അടുത്തിരുന്നിട്ട് പോലും കിണറുകളിൽ ശുദ്ധജലം കിട്ടുക എന്നത്.
അതിലും വലിയ അത്ഭുതമല്ലേ, സുനാമി തിരമാലകൾ നാട് മുഴുവൻ നശിപ്പിച്ചെങ്കിലും ഈ 10 മീറ്റർ മാത്രം ദൂരമുള്ള അമ്പലത്തിന് ഒരു കേടുപാടുകളും സംഭവിച്ചില്ല എന്നത്. ദേവി മുതലപ്പുറത്തേറി ഇവിടെ എത്തിയെന്നാണ് സങ്കല്പം. ഈ ക്ഷേത്രം തുറന്നിരിക്കുന്ന ഏത് സമയത്തും ഭക്തർക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ പൊങ്കാല സമർപ്പിക്കാവുന്നതാണ്. നമ്മൾ അവിടെ നിന്നും തിരിച്ചു പുതിയ വീഡിയോയിൽ പുതിയ വിശേഷങ്ങളുമായി വരാം.